സുഹൃത്തുക്കളെ, പയ്യന്നൂരിൽ ഫെബ്രുവരി 4-ാം തീയതി വൈകിട്ട് നടന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിലെ CPM-നെ അല്ല, കേരളത്തിലെ CPM-നെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സംഭവം നടന്നത് കണ്ണൂരാണ്. കണ്ണൂരിൽ തന്നെ CPM-ന്റെ ഏറ്റവും ഉറച്ച കോട്ടയായിട്ടുള്ള കഴിഞ്ഞ 12 തെരഞ്ഞെടുപ്പുകളിലും 50%-ലധികം വോട്ട് CPM നേടുന്ന, 2021-ൽ CPM ഏതാണ്ട് 93,000-ലധികം വോട്ടുകൾ നേടിയ, എല്ലാ അർത്ഥത്തിലും ഒരു ചുവപ്പ് കോട്ടയായിട്ടുള്ള പയ്യന്നൂരിലാണ് ഈ യോഗം നടന്നിട്ടുള്ളത്. 1. 2, ആ യോഗം കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ആ യോഗം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും CPM നടത്തിയിരുന്നു. CPM ആ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസത്യപ്രചരണം നടത്തിയിരുന്നു. CPM കുഞ്ഞികൃഷ്ണനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടത്തിയിരുന്നു. ആ യോഗം മാറ്റിവെച്ചു എന്നുള്ള നിലയിലുള്ള പ്രചരണം നടത്തിയിരുന്നു. ഭീഷണി നടത്തിയിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ കുഞ്ഞികൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കേസ് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അയാൾ കോടാലി കൈയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലയിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും CPM-ന്റെ സത്യമായ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ടയായിട്ടുള്ള ഈ പയ്യന്നൂരിൽ നടന്ന ഈ യോഗത്തിന് ഈ 10,000-ലധികം ആളുകൾ ഇത് എങ്ങനെയാണ് വന്നത്? അതോടൊപ്പം തന്നെ കുഞ്ഞികൃഷ്ണന്റെ ഈ പുസ്തകം അണികൾ നേതൃത്വത്തെ തിരിച്ചണമെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 2000 കോപ്പി യോഗ സ്ഥലത്ത് വെച്ച് തന്നെ വിറ്റ് തീരുകയാണ്. പാർട്ടി വിലക്ക് ലംഘിച്ചും നൂറുകണക്കിന് പാർട്ടി അണികളും പാർട്ടി അനുഭാവികളും അവിടെ വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ തോതിൽ CPM-നെയും പാർട്ടി അണികളെയും പൊതുമണ്ഡലത്തെയൊക്കെ വലിയ തോതിൽ ഞെട്ടിച്ച ഒരു സംഭവം. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് എൻ്റെ നിരീക്ഷണങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഈ സമരം ഒരു മഹാവിജയമായി മാറി, എന്തുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ തുടങ്ങി വെച്ച ഈ പോരാട്ടം ഈ മഹായോഗത്തോടുകൂടി പുതിയൊരു ഘട്ടത്തിലെത്തി എന്നത് സംബന്ധിച്ച് ശ്രീമാൻ KC ഉമേഷ് ബാബുവിന് എന്താണ് പറയാനുള്ളത് എന്ന് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10-20 വർഷക്കാലമായി, 20 വർഷക്കാലത്തിലധികമായി CPM-ന്റെ ഈ ഉരുക്ക് കോട്ടയ്ക്കകത്തിരുന്നു കൊണ്ട്, CPM-നെ മടക്കകത്തിരുന്നു കൊണ്ട്, CPM-നെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവികാരനായി നിന്ന് എതിർക്കുന്ന, ഞാൻ ഗുരുസ്ഥാനീയനായി കാണുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീമാൻ KC ഉമേഷ് ബാബു എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് പല ആവർത്തി എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KC ഉമേഷ് ബാബുവിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 4-ന് വൈകിട്ട് 8 മണിക്ക് ഏഷ്യാറ്റിൽ നടന്ന ന്യൂസ് അവർ ഞാൻ ശ്രദ്ധിച്ചു. അതിൽ ശ്രീമാൻ KC ഉമേഷ് ബാബു വിനുവിൻ്റെ ആ ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ചയിൽ KC ഉമേഷ് ബാബു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ സുസൂക്ഷ്മം ഇരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ക്ലാരിറ്റി ഉണ്ടായി. എങ്ങനെ അവിടെ ഇത്രയും ആളുകൾ പങ്കെടുത്തു, അതിൻ്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഉമേഷ് ബാബു പറഞ്ഞത് എന്താണ് എന്നത് ഞാൻ കേട്ടു. അത് എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഫെബ്രുവരി 4-ന് വൈകിട്ട് ഏഷ്യാനെറ്റിലെ ന്യൂസ് അവറിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ 4-ാം തീയതി നടന്ന യോഗത്തെ വിശകലനം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് അവിടെ ഇത്രയും ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് സംബന്ധിച്ച് ശ്രീമാൻ KC ഉമേഷ് ബാബുവിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഇനി ഒന്ന് കേൾക്കാം. അധികാരം നിങ്ങളോട് ജനാധിപത്യത്തിന്റെയും സൗമനസ്യത്തിന്റെയും പ്രതിപക്ഷ ബഹുമാനത്തിന്റെയും ഭാഷ പ്രയോഗിക്കില്ല. അവർ നിങ്ങളോട് ബലത്തിന്റെ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പോകുന്നുള്ളൂ, ഇടപെടാൻ പോകുന്നുള്ളൂ. ദാമു സർഗത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ദാമു സർഗത്തിന്റെ ഒരു ഫോട്ടോ അദ്ദേഹം ഈ പ്രകടനമൊക്കെ നടത്തുന്നതിന് മുമ്പ് തീരുമാനിച്ച പ്രദർശനമാണെന്നാണ് ഞാൻ കേട്ടത്. അതിലെ ഫോട്ടോ പ്രദർശനം പറ്റില്ല എന്ന് പറഞ്ഞു. അടുത്ത ചുവടുവെപ്പ് വേറെ വരും. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബലം പ്രയോഗിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ലോകത്തിലെ എല്ലാ അധികാര രൂപങ്ങളും ചെയ്തിട്ടുള്ള ഒരേ ഒരു രക്ഷാമാർഗമായിട്ട് അവരുടെ മുമ്പിലുള്ള ഒരു വഴി അതാണ്. പക്ഷേ ജനങ്ങൾ അതിനെ മറികടക്കാൻ മാർഗങ്ങൾ കണ്ടെത്തുന്നതിന്റെ തെളിവാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രീ ദാമു എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിലേക്ക് നമ്മൾ കടന്നു പോകേണ്ട കാര്യമില്ല. പക്ഷേ കാരയിൽ എന്ന് പറയുന്ന വാർഡിൽ പയ്യന്നൂര് കാണിച്ച ഒരു ഉദാഹരണം ഉണ്ട്. അവിടെയും CPM അല്ലേ? എന്താ ഉണ്ടായത്? അവിടെ വിമതനായിട്ട് മത്സരിച്ച വൈശാഖിനെ ജയിപ്പിച്ചതാരാ?
പുറത്തുനിന്ന് ആളുകൾ വന്നിട്ടാണോ? കോൺഗ്രസ്സുകാർ വന്നിട്ടാണോ? രണ്ടാം സ്ഥാനത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. കണക്കും കാര്യങ്ങൾ അതാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ദുർഭാഗ്യത്തിന് 13-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പണിയാണ് ഇതുമായി ചേർന്നിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഒരുപാട്. അതൊക്കെ ഞാൻ 70-കളുടെ ഒടുവിൽ ഈ പയ്യന്നൂരിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരൊന്നും പറയുന്ന ഒരു സ്ഥലത്തല്ല കാര്യങ്ങളുള്ളത് പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കാരയിൽ ആരാണ് രണ്ടാം സ്ഥാനത്ത്? UDF വന്നു. എങ്ങനെയാണ് LDF 3-ാം സ്ഥാനത്ത് പോയത്? ആളുകളൊക്കെ അച്ചടക്കത്തിൽ CPM-നോട് ഒരു പ്രശ്നമില്ല. ആരോ നിർത്തിയാലും, ഏത് കമ്പിത്തുണ്ണിനെ നിർത്തിയാലും ഞാൻ വോട്ട്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ജനങ്ങൾ കുറെ കൂടി സക്രിയമായത് CPM-ന്റെ അണികളെ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. അവർക്കകത്തൊരു സക്രിയത വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോ ശ്രീ കുഞ്ഞികൃഷ്ണ ഇരുത്തിയിട്ട് സംസാരിക്കുക, ഇദ്ദേഹം ഇങ്ങനെ ഒരു ചുവട് വയ്ക്കുമെന്ന് ഞാൻ എൻ്റെ ഏറ്റവും വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിച്ചില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാല്, അദ്ദേഹം അത്രമേൽ അച്ചടക്കമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തിയത്? ഞാനൊരു പഴയ ഒരു 10-20 കൊല്ലം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു കവിത, അല്ല അതിനു മുമ്പ് എഴുതിയിട്ടുള്ള ഒരു കവിതാ സമാഹാരത്തിന്റെ തലക്കെട്ട്, ആ കവിതയുടെ തലക്കെട്ട് നെഞ്ചു പൊട്ടുമ്പോൾ എന്നാണ്. നെഞ്ചു പൊട്ടുന്ന മനുഷ്യര് ചില നിർണായകമായ നിലപാടുകളും ചുവടുവെപ്പുകളും നടത്തും. അങ്ങനെയാണ് വി കുഞ്ഞികൃഷ്ണന് ഈ പറയുന്ന സ്ഥലത്തേക്ക്, ചരിത്രത്തിന്റെ ഈ സ്ഥലത്തേക്ക്, ചരിത്രം ഉണ്ടാവുക ചെയ്യുന്നത്. ഈ ഗോവിന്ദൻ കരുതുന്ന പോലെയൊന്നുമല്ല, ചരിത്രം ഉണ്ടാകുകയാണ്. ജനങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ പറയുന്ന എന്തിനാണ് ഈ 3000-ഓളം ആളുകൾ പയ്യന്നൂരിൽ വന്നത്? ഇദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങിന് പിന്തുണ നൽകാനാണ് വന്നത്. അങ്ങനെ വരും ജനം, ഒലിച്ചു വരും ജനം. ഇവര് കരുതുന്ന പോലെയൊന്നുമല്ല. ജനങ്ങളെ ചങ്ങലക്കെട്ട് നിർത്തുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമൊന്നും സാധിക്കില്ല.